Hi students, welcome to Ideal Learning class. 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 4 ന്യൂ നമ്പേഴ്സിലെ അടുത്ത ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ചെയ്യുന്നത്. പേജ് നമ്പർ 58 ആണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏരിയ ആൻഡ് പെരിമീറ്റർ ഇത് രണ്ടും കാണണം. അപ്പോൾ ഇത് കാണണമെങ്കിൽ നമുക്ക് ഈ സൈഡുകളെല്ലാം കിട്ടിയേ വെക്കും. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വശം മാത്രമാണ് തന്നിരിക്കുന്നത്. പിന്നെ 2 ആംഗിൾസാണ് തന്നിരിക്കുന്നത്, 60 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി എന്ന്. അപ്പം ഇനി നമുക്ക് ഒരു സൈഡ് കിട്ടിയാൽ അതിലേക്കുള്ള ഓൾട്ടിറ്റ്യൂഡ് അതുകൂടി കിട്ടിയെന്നാലേ നമുക്ക് ഏരിയ കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്കി 2 സൈഡുകളോട് കിട്ടിയാലേ നമുക്ക് പെരിമീറ്ററും കാണാനൊക്കെയുള്ളൂ. അപ്പോൾ ഇതിന് മുന്നിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ നമ്മൾ ആദ്യം ഒരു ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഒരു ആംഗിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ അവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അത് 90 ഡിഗ്രിയാണെന്ന് നമുക്ക് അറിയാം, ആംഗിൾ മെഷർ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 60 ഡിഗ്രി, ഒരെണ്ണം 90 ഡിഗ്രി. 90, 60 ആയ സ്ഥിതിക്ക് ആ ട്രയാങ്കിളിലെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 30 ആണെങ്കിൽ തീർച്ചയായിട്ടും 75ൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ 45 ആണെന്ന് തൊട്ടടുത്ത ട്രയാങ്കിൾ നമുക്ക് കിട്ടും, 45 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഒന്ന് 90, ഒന്ന് 45. അപ്പോൾ ദെൻ അടുത്ത മൂന്നാമത്തെ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ട്രയാങ്കിൾസ് ആയിട്ട് ആ ഒരു വലിയ ട്രയാങ്കിളിൽ നമ്മൾ മുറിച്ചെന്നാൽ 90 ഡിഗ്രിയാണ് ഓരോ ആംഗിൾസ് വരുന്നത്. അപ്പോൾ 60 ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തേർഡ് ആംഗിൾ 30. അതുപോലെ തന്നെ ഇവിടെ 45 എന്ന് വരും. 75ൽ നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ വരുന്ന 45. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി അപ്പോൾ ട്രിഗണോമെട്രി അനുസരിച്ചിട്ട്, അതായത് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 30, 60, 90 എന്ന പ്രൊപ്പോർഷനിലാണെങ്കിൽ അവയുടെ സൈഡുകൾ, അവയ്ക്ക് ഓപ്പോസിറ്റായ സൈഡുകൾ 1:√3:2 എന്നായിരിക്കും. അതുപോലെ 45, 90 എന്നുള്ള ആംഗിൾ വരുന്ന ട്രയാങ്കിൾ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റായ സൈഡുകൾ 1:1:√2 എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ സൈഡുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ ഈ സൈഡ് അത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റായ സൈഡ് 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ സൈഡ് ഓപ്പോസിറ്റ് 30 ഡിഗ്രിക്ക് എതിരായ സൈഡ് എന്ന് പറയുന്നത്, അതായത് 4/2 ആണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ 2 കൊണ്ട് ഈ സൈഡ് √3 എന്ന് വരുന്നതിന് 2√3 എന്നുള്ളതാകും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ABC, ആൻഡ് ഈ പോയിൻ്റ് D എന്ന് പറയുന്നു, BD. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ABDയിലെ കാര്യമാണ് പറഞ്ഞത്. ട്രയാങ്കിൾ ABDയിൽ അപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുത്തനുസരിച്ച് ട്രയാങ്കിൾ ABD, ഈ ABDയിലെ ആംഗിൾസ് 30, 60, 90 നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ സൈഡ് ഓപ്പോസിറ്റ് 90, അതായത് 90ക്ക് ഓപ്പോസിറ്റായ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിൾ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് 1 ആണ്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 1 ആണ്. അപ്പോൾ 1 ആണെങ്കിലും 90ക്ക് അനുസരിച്ച് 90ക്ക് ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ ആയതിൻ്റെ പേരിൽ ശരിക്കും വരേണ്ടത് 2 ആണ്. അപ്പോൾ ആ 4/2 ആ പ്രൊപ്പോർഷൻ കൊണ്ട് നമ്മൾ 30ക്ക് ഓപ്പോസിറ്റായ സൈഡിനെയും ഇൻറ്റു ചെയ്യണം, അതായത് 4/2 AD. ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് ആംഗിൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് AD ആണ് സൈഡ്. അപ്പോൾ ആ 4/2 AD എന്ന് എഴുതും. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × AD എന്ന് പറയുന്നത് AD 1 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്, ആംഗിൾ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 × 2 ദാറ്റ് ഈസ് 2 എഴുതി. ഇനി സൈഡ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി അത് നമ്മൾ √3 ആണെന്ന് ഇവിടെ റേഷ്യോയിൽ എഴുതി കാണിച്ചിരുന്നു, √3. അപ്പോൾ ആ √3 2 × അതായത് ഈ 90യുടെ പ്രൊപ്പോർഷൻ 4/2 × √3 ആണ്, അതായത് 2√3. ഓക്കെ,
അപ്പോൾ അതാണ് സൈഡുകൾ വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇൻ ട്രയാങ്കിൾ BDC. ഈ BDCയിലെ കാര്യമാണ്. അപ്പോൾ BDCയിലെ സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് 90 ഡിഗ്രി, ഇത് രണ്ടും 45 ആണ്. അപ്പോൾ BD എന്ന് പറയുന്ന സൈഡ് ഈക്വൽസ് DC എന്ന് പറയുന്ന സൈഡ്. കാരണം രണ്ട് സൈഡുകൾ ആംഗിളുകൾ ഈക്വൽ ആയാൽ അവയ്ക്ക് ഓപ്പോസിറ്റായ സൈഡുകൾ ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് BD ഇത് കാണിക്കുന്നുണ്ട്. CD ഈസ് ഈക്വൽസ് BD, അതായത് ട്രയാങ്കിൾ BDCയിൽ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കണ്ടു BD എന്ന് പറയുന്നത് 2√3 ആണെന്ന്. 2√3 ആണ്, അതായത് 60ക്ക് ഓപ്പോസിറ്റ് 2√3 ആണ് നമ്മളിവിടെ എഴുതി. അപ്പോൾ അത് തന്നെയാണ് മറ്റേ സൈഡും, അതായത് CDയും BDയും തുല്യമാണ്. അപ്പോൾ 2√3 ആണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഈ 90ക്ക് ഓപ്പോസിറ്റായ BC എന്ന് പറയുന്ന സൈഡാണ്. BC എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരും. അതുപോലെ ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞു, ഈ ആൾട്ടിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞു, ഈ സൈഡ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ BC ആണ് ഇനി കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ദെർഫോർ BC സ്ക്വയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ് ആണ്. ചിത്രം നോക്കിയാൽ അറിയാം. BC സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ബേസ് ദ ഹോൾ സ്ക്വയർ, അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 2√3 ദ ഹോൾ സ്ക്വയർ, ബേസ് എന്ന് പറയുന്നത് 2√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2√3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 2√3 എന്ന് പറയുമ്പോൾ 2 × 2 × √3 × √3, ഇതാണ് 2√3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 × 2 4 ആണ്, √3 × √3 √9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽസ് 4 × √9 എന്ന് പറയുന്നത് 3 ആണ്, ദാറ്റ് ഈസ് 12 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് 2√3 ഉണ്ട്. അപ്പോൾ 12 + 12 എന്നുള്ളതാണ് BC ഈസ് ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ്. ഓക്കെ, BC ഈസ് ഈക്വൽസ് 12 + 12 24, അതായത് √24. √24 എന്ന് പറയുമ്പോൾ നമുക്ക് റൂട്ട് കാണാനായിട്ട് 24നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 2 × 2 × 2 × 3 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് 2ന് പകരം ദാറ്റ് ഈസ് √2 × 2 × 2 × 3. അപ്പോൾ അത് റൂട്ടിന് വെളിയിലെടുക്കുമ്പോൾ രണ്ട് 2ന് പകരം ഒരു 2 എടുക്കാം. ആൻഡ് 2 × 3 എന്നുള്ളത് നമുക്ക് √6. ഓക്കെ, 2√6 എന്നുള്ള ആൻസർ നമുക്കിവിടെ കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ ചുറ്റും ട്രയാങ്കിളിന് ചുറ്റും ഉള്ള മെഷേഴ്സ് നമുക്ക് എഴുതാം. അതായത് 4 എന്നൊരു സൈഡുണ്ട്, 2 ഒരു സൈഡുണ്ട്, പിന്നെ നമുക്ക് 2√3 എന്ന് കിട്ടിയിട്ടുണ്ട്, 2√6 വൺ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 4 + 2, ഈ ഫുൾ നമ്പർ രണ്ടും കൂടി ആഡ് ചെയ്ത് 6 എന്ന് എഴുതാം. +2√3, √3യുടെ വില ഇട്ട് ഗുണിക്കണം 2നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ +2√3 എന്ന് തന്നെ എഴുതുകയാണ്. +√6ൻ്റെ വില നമുക്കറിയില്ല, അപ്പോൾ 2√6 ഇങ്ങനെ എഴുതിയിട്ടാലും മതിയാവും ഉത്തരം. ഓക്കെ, ഇതാണ് പെരിമീറ്റർ. ഇനി നെക്സ്റ്റ് ഏരിയ. ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതെങ്കിലും ഏത് വശമാണോ ആ വശത്തിലേക്കുള്ള പെർപെൻഡിക്കുലർ, എതിർ കോണിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ ഇത് ബേസും ഇത് ഹൈറ്റും. അപ്പോൾ ഇവിടെ AC എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബേസ്, BD എന്ന് പറയുന്ന ഹൈറ്റും. 1/2 × BH, അതായത് AC × BD. ഓക്കെ, അത് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ മെഷേഴ്സ് 1/2 BH AC BD. ഓക്കെ, 1/2 × AC എന്ന് പറയുന്നത് 2 + 2√3 ആണ്. നമുക്ക് ആ സൈഡിൽ നോക്കിയാൽ അറിയാം, ഈ രണ്ടും കൂടി പ്ലസ് ചെയ്തതാണ്. BD എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയത് 2√3 ആണ്. ഇനി ഇവിടെ ഇത് പ്ലസ് ആണ്, ഇത് അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല, ബ്രാക്കറ്റിനകത്താക്കി അത് അങ്ങനെ വയ്ക്കുക. ഇനി ഇൻറ്റു ആയിട്ടുള്ളതിനെ നമുക്കിങ്ങനെ വെട്ടിക്കളയാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 + 2√3, 2 + 2√3 × √3, ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം √3 രണ്ടെണ്ണത്തിലും കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് √3യെ നമുക്ക് റൂട്ടിന് വെളിയിലേക്ക് ആക്കാം. ഇത് ബ്രാക്കറ്റിനകത്താണ്, അതുകൊണ്ട് ഇത് വെളിയിലേക്ക് ആക്കുകയല്ല ചെയ്യേണ്ടത്. √3 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ളതിനെ ഇൻറ്റു ചെയ്യാം. അപ്പോൾ √3 കൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള 2നെ ആദ്യം ഇൻറ്റു ചെയ്യുമ്പോൾ 2√3 എന്ന് നമുക്കിതിനെ എഴുതാം. 2√3 ആൻഡ് പ്ലസ് √3 ഇൻറ്റു, അതായത് 2√3 × √3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2√3 + 2 × √3 + √3 നമുക്കറിയാം √9 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് 2√3 + 2√9 എന്നുള്ളത് 2 × 3 എന്നായി മാറും.
2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 + 2√3 എന്നുള്ള ആൻസറാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ √3യുടെ വിലയായിട്ട് നമുക്ക് ഗുണിക്കാവുന്നതാണ്. ഗുണിച്ചിട്ട് വേണം 6 ആയിട്ട് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ആ 5 എന്നുള്ള നമ്പർ തന്നെ ഞാൻ ഇടുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ദോസ് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ. അതായത് പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഈ 2 എണ്ണം വീതം. അതിൽ നിന്ന് ഏതിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്, അതായത് ഏതൊക്കെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഒരു നാച്ചുറൽ നമ്പർ ആയി മാറാനുള്ള സാധ്യത, ഓർ എ ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യയായി മാറാനുള്ള സാധ്യത എന്നാണ് ചോദ്യം. നമ്പർ 5ലെ ഫസ്റ്റ് പെയറാണിത്, √3 √12. √3 √12 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 2 റൂട്ടിലായതുകൊണ്ട് റൂട്ടിനകത്തേക്ക് ഇട്ട് നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × 12 √36 ആയി മാറി. √36 എന്ന് പറഞ്ഞാൽ 6 ആണെന്നറിയാം. അതൊരു നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് √3 ആൻഡ് √1.2. അപ്പോൾ അതും ഇൻറ്റു ചെയ്യുമ്പോൾ √3.6 എന്നുള്ള ആൻസറാണ് വരുന്നത്. കാരണം 36ൻ്റെ നടുക്ക് പോയിൻ്റ് ഇടേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതേണ്ടി വരും. നെക്സ്റ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ √5 √8. അത് ഇൻറ്റു ചെയ്യുമ്പോൾ √40 കിട്ടി. അതിൻ്റെ റൂട്ട് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, അതൊരു ഫ്രാക്ഷനായി മാറും. അതുപോലെ നെക്സ്റ്റ് √5 വരും 0.5 ആണ് 8. അപ്പോൾ അവിടെയും നമുക്ക് ഒരു ഇൻറ്റു ചെയ്ത് വരുമ്പോൾ 4.0 ഡെസിമൽ ഇടുമ്പോൾ 4.0 എന്ന് വരും ഇൻറ്റു ചെയ്തിട്ട്. അപ്പോൾ ദാറ്റ് ഈസ് 2 ആണ്, നമുക്കറിയാം √4ൻ്റേത്. അപ്പോൾ അതൊരു നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 7.5 3 and 1/3. 7.5 നമ്മൾ 7 × 2 14, അതായത് 14 + 1 15/2 ഇൻറ്റു 3 × 3 9, 9 + 1 ദാറ്റ് ഈസ് 10, 10/3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 15 × 10 150 ഡിവൈഡഡ് ബൈ 2 × 3 6. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഡിവിഷൻ ചെയ്യുമ്പോൾ 25 ആണ്. ദാറ്റ് ഈസ് √25 ആണ്. √25 എന്ന് പറയുമ്പോൾ 5 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പർ ആണെന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. ന്യൂ നമ്പേഴ്സിൻ്റെ ഡിവിഷനാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. x, y, z ആർ 3 നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇഫ് റൂട്ട് ഈസ് എക്സ് ഇൻറ്റു √y ഈക്വൽസ് √z ആണെങ്കിൽ ദെൻ നമുക്ക് പിന്നെ അതിനെ എഴുതാവുന്നത് √z/√x ഈക്വൽസ് √y ആയിരിക്കും. ഓക്കെ, സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് √z/√y, അതായത് നമ്മൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആ മെത്തേഡിലുള്ള എല്ലാ നിയമങ്ങളും ഇതിനും ബാധകമാണ്. √z/√y ചെയ്താൽ √x കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് √1/2 എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എഴുതാം. √1/√2 ദാറ്റ്സ് ഈക്വൽസ് 1/√2, അതായത് √1ൻ്റെ 1 തന്നെയാണെന്നറിയാം. √2. ഓക്കെ, ഇനി 1/2 എന്ന് പറഞ്ഞാൽ അത് 2/4 ആണെന്നറിയാം. അതായത് ഇൻറ്റു 2 × 2. അപ്പോൾ 1 × 2 2, 2 × 2 4, ദാറ്റ് ഈസ് 2/4 തന്നെയാണ് 1/2. അപ്പോൾ നമ്മൾ √1/2 എന്ന് എഴുതിയാൽ അതിന് നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് √2/4 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽസ് √2/4 എന്ന് പറയുമ്പോൾ √2/√4. ദർഫോർ √2/√4 2 ആണെന്നറിയാം. ഓക്കെ, ഇനി √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.414 ആണ് /2. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇവിടെ വന്നത് √2 താഴെയാണ്. √2 താഴെ വരുമ്പോൾ ഡിനോമിനേറ്ററായിട്ട് വരുമ്പോൾ 1.414 താഴെ വന്നിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി കൂടുതൽ ബുദ്ധിമുട്ടേറിയതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 കൊണ്ട് ഗുണിച്ച് √2 എന്നുള്ളത് മേളിലും താഴെ നമ്പറും ആക്കിയത്. അപ്പോൾ 1.414നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.707 എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിംപ്ലിഫിക്കേഷന് വേണ്ടി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കാൽക്കുലേറ്റ് √1/3 എന്ന് പറഞ്ഞാൽ
നമുക്കിത് ചെയ്യാം. അതായത് √1/3 എന്ന് പറഞ്ഞാൽ √1/√3 ആണ്. ഓക്കെ, ദെൻ √1നെയും √3നെയും നമ്മൾ ഈ ഡിനോമിനേറ്ററിൻ്റെ 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ √1 × 3 ഡിവൈഡഡ് ബൈ √3 × 3. ഓക്കെ, ദാറ്റ്സ് ഈക്വൽസ് √3/√9. അപ്പോൾ ദർഫോർ √3യുടെ വില നമുക്കറിയാം 1.73 ആണെന്നറിയാം. ഡിവൈഡഡ് ബൈ √9 3 ആണെന്നറിയാം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ദ ആൻസർ ഈസ് 0.577 എന്നുള്ള ആൻസർ വരും. ഓക്കെ, പേജ് നമ്പർ 60 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൺ ദ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്, ഒരു കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് മില്ലിമീറ്ററിന് കറക്റ്റ് ചെയ്ത് കാണാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം മിഡിൽ തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആംഗിൾസ് 60 ആയിരിക്കും. ഇത് രണ്ടും 60, ഇതും 60 ആയിരിക്കും. പക്ഷേ ഇവിടെ പെർപെൻഡിക്കുലർ ആണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് 90 ഡിഗ്രി ഈ പോയിന്റിൽ വരുന്നു. അപ്പോൾ ഇത് 60, ഇത് 90. അപ്പോൾ ദർഫോർ ഈ മുകളിലെ ടോപ്പ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, അത് നമ്മൾ ആദ്യം ആംഗിൾസ് മാർക്ക് ചെയ്യുക. ദെൻ ആംഗിൾ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് 30 ഡിഗ്രി 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി വന്നാൽ 30ക്ക് ഓപ്പോസിറ്റായ സൈഡ് 1 എന്നും ആൻഡ് 60ക്ക് ഓപ്പോസിറ്റായത് √3 ആൻഡ് 90ക്ക് ഓപ്പോസിറ്റായത് 2 എന്നുമാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 60ക്ക് ഓപ്പോസിറ്റ് 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതായത് 4 എന്ന് പറയുമ്പോൾ അതിനെ √3 4/√3 എന്നുള്ള പ്രൊപ്പോർഷനിൽ നമ്മൾ അതെടുക്കണം. ഓക്കെ, അപ്പോൾ ഹിയർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/2a ആണ്. അതായത് നമുക്ക് എ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡാണ്. ഓക്കെ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സൈഡുകളെല്ലാം തുല്യമാണ്. അതായത് എ എ എ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3/2a ആണെന്നുള്ളൊരു ഇക്വേഷനുണ്ട്. അപ്പോൾ ദർഫോർ √3/2a എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എ കാൽക്കുലേറ്റ് ചെയ്യാം. എ ഈക്വൽസ് 4 × 2 ഡിവൈഡ് ബൈ √3 എന്നാവും. കാരണം താഴെയുള്ള ഡിനോമിനേറ്റർ മുകളിലേക്കും വന്നു, √3 കൊണ്ട് ഇൻറ്റു ചെയ്താണ് √3 താഴേക്കും വന്നു. ദർഫോർ 8/√3 എന്നുള്ള ആൻസറാണ് എ സൈഡ് കിട്ടുന്നത്. ഇനി ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ √3യെ നമുക്ക് √3 കൊണ്ട് തന്നെ, അതായത് 3 കൊണ്ട് തന്നെ ഗുണിക്കണം. √3 × √3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽസ് 8 × √3 ഡിവൈഡഡ് ബൈ √3 × √3. ഇങ്ങനെ ഗുണിച്ചാൽ താഴത്തെ റൂട്ടിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അങ്ങനെ ഗുണിക്കുന്നത്. ഓക്കെ, 8 × √3യുടെ വില 1.73യും താഴെ √3 × √3 √9 ആണ്. ദാറ്റ് ഈസ് 3 ആണ്. 8 × 1.73 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് താഴെ √3 ആണെങ്കിൽ താഴെ 1.732 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഗുണിച്ച് 1000 കൊണ്ട് ഒക്കെ കൊണ്ട് ഗുണിക്കേണ്ടി വരും. 100 കൊണ്ടൊക്കെ ഗുണിച്ചിട്ട് വേണം. അപ്പോൾ അതനുസരിച്ച് ഇവിടെയും സംഖ്യ വലുതാവും, താഴെയും സംഖ്യ വലുതാവും. ഡിവിഷൻ, ഹരണം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായി മാറും. അപ്പോൾ √3 കൊണ്ട് തന്നെ താഴെ ഗുണിച്ച് ആ റൂട്ടിനെ നമ്മൾ മാറ്റിയെടുത്താൽ നമുക്ക് മേളിലെ ഡെസിമലേ വരികയുള്ളൂ. അത് എളുപ്പം നമുക്ക് ഗുണിച്ച് ഡിവൈഡ് ചെയ്തൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് 4 ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ, ഗുണിച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ഇതാണ്. ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അറ്റത്ത് കിടക്കുന്നത് 5 5ൽ കൂടുതലാണെങ്കിൽ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യാം. 4.619 എന്ന് എഴുതാം. ഇനി അത് പറഞ്ഞിരിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്ത് എത്ര സെൻറ്റിമീറ്ററാണ്, മില്ലിമീറ്ററിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദർഫോർ 4 വീണ്ടും നമുക്ക് 6 ഇങ്ങോട്ട് ഒന്നുകൂടി കൊടുത്ത് 6 എന്നാക്കി മാറ്റാം. അത് × 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്ലിമീറ്ററാക്കി എഴുതാം. 46 എന്നാകും. 4.6 എന്നുള്ളത് 46.2 എന്നാണ്. അപ്പോൾ 46 മില്ലിമീറ്റർ നമുക്ക് എഴുതാം. ഓക്കെ,
Question number 2. Prove that root 2 plus 1 into root 2 minus 1 equals 1. Use this to compute 1 by root 2 minus 1 correct to 2 decimal places. Okay. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് വെച്ചിട്ട് നമ്മളോട് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പം നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ദാറ്റ്സ് ഈക്വൽസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ ഈ ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഇവിടെ റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 ഈക്വൽസ് 1 എന്നുള്ള ആൻസറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പക്ഷേ റൂട്ട് 2 പ്ലസ് 1 ആൻഡ് റൂട്ട് 2 മൈനസ് 1 എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഐഡൻറ്റിറ്റി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എ സ്ക്വയർ ഇവിടുത്തെ എ എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് ബി എന്ന് പറയുന്നത് 1 ആണ്, 1 സ്ക്വയർ. അപ്പോൾ ദാറ്റ്സ് ഈക്വൽസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഇസ് റൂട്ട് 4. റൂട്ട് 4 മൈനസ് 1 സ്ക്വയർ 1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 1 ഈക്വൽസ് 1 ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്ന ആൻസറും പ്രൂവ് ചെയ്യേണ്ടതും അതാണ്. ഓക്കെ. ഇനി അതിൽ തന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് 2 മൈനസ് 1 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ 1 ബൈ റൂട്ട് 2 മൈനസ് 1നോടുകൂടി റൂട്ട് 2 പ്ലസ് 1 ഞാൻ ഇൻറ്റു ചെയ്യുകയാണ്. അപ്പോൾ താഴെയും റൂട്ട് 2 മൈനസ് 1 എന്നുള്ള ഡിനോമിനേറ്ററിനോടുകൂടി റൂട്ട് 2 പ്ലസ് 1 മുകളിലും താഴെയും ഒരുപോലെ ഇൻറ്റു ചെയ്ത് കൊടുക്കുന്നു. മുകളിലും താഴെയും ഒരേപോലെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ വിലയിൽ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഗുണിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം 1നോട് എന്ത് ഇൻറ്റു ചെയ്താലും റൂട്ട് 2 പ്ലസ് 1 തന്നെയാണ്. ഓക്കെ. ഡിവൈഡഡ് ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഇതാണ്. അപ്പോൾ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ആൻസർ വരുന്നത് റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇത് നമുക്കറിയാം 4 മൈനസ് 1 റൂട്ട് 4 എന്നാണ്. റൂട്ട് 4 മൈനസ് 1 വരുന്നു. ദാറ്റ് ഈസ് റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 4 2 ആണ്. 2 മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് 1 എന്ന് കിട്ടുന്നു. റൂട്ട് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 2ൻ്റെ വില 1.414 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 ആയി മാറുന്നു. ദെർഫോർ ദ ആൻസർ ഈസ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.41 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടുന്നു. ഓക്കെ. 414. ഓക്കെ.